മുൻ മുഖ്യമന്ത്രി വി.എസ്. അച്യുതാനന്ദന് വിട നൽകാനൊരുങ്ങുകയാണ് കേരളം. വിലാപയാത്ര ഒച്ചിറയിൽ എത്തിച്ചേർന്നിരിക്കുന്നു. ആയിരങ്ങളാണ് അന്ത്യാഞ്ജലി അർപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അതേസമയം വി.എസിനെ യാത്രയാക്കാനൊരുങ്ങി ജന്മനാടായ ആലപ്പുഴയും തയ്യാറെടുക്കുകയാണ്. തിരുവനന്തപുരത്ത് നിന്ന് വിലാപയാത്രയായി എത്തിക്കുന്ന മൃതദേഹം ആദ്യം പുന്നപ്ര പറവൂരിലെ വീട്ടിലേക്കാണ് കൊണ്ടുവരിക. വൈകിട്ട് വലിയ ചുടുകാട്ടിലാണ് സംസ്കാരം. നമ്മുടെ പ്രതിനിധികൾ ചേരുന്നു. ആദ്യം വിനീഷിലേക്ക്. വിനീഷ്, ഇപ്പോൾ നിലവിലെവിടെയാണ് എത്തിച്ചേർന്നിരിക്കുന്നത്? പതിവിലും താമസിക്കുന്നുണ്ട്. ഭൗതികദേഹവും വഹിച്ചുകൊണ്ടുള്ള വിലാപയാത്ര നേരം പുലർന്നു കഴിഞ്ഞതോടെ വലിയ തിരക്ക് തന്നെയാണോ യാത്ര പോകുന്ന വഴികളിലുടനീളം കാണാൻ കഴിയുന്നത്? രോഹിണി, എല്ലാ സമയവും വി.എസിന്റെ ഭൗതിക ശരീരത്തിൽ അന്തിമോപചാരം അർപ്പിക്കാൻ എത്തുന്നവരുടെ എണ്ണം അത് ക്രമാതീതമായി വർദ്ധിക്കുന്നത് തന്നെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. കഴിഞ്ഞ ദിവസം അർദ്ധരാത്രിയിൽ പോലും നിരവധി പേർ വി.എസിന്റെ ഭൗതിക ശരീരത്തിൽ അന്തിമോപചാരം അർപ്പിക്കാൻ റോഡുകളിൽ കാത്തു നിൽക്കുന്നത് നമുക്ക് കാണാൻ സാധിച്ചു. സമാനമായ സാഹചര്യം തന്നെയാണ് ഇപ്പോഴും നമുക്ക് കാണാൻ സാധിക്കുന്നത്. നമ്മളിപ്പോൾ ഓച്ചിറ കഴിഞ്ഞിരിക്കുകയാണ്. ഓച്ചിറ കഴിഞ്ഞ് മുക്കടയിലേക്ക് എത്തിയിരിക്കുകയാണ്. അല്പസമയത്തിനകം തന്നെ ആലപ്പുഴ ജില്ലയിലേക്ക് വി.എസിന്റെ ഭൗതിക ശരീരമായി വരുന്ന വിലാപയാത്ര കടക്കും. എന്തായിരുന്നാലും എല്ലാ മേഖലകളിലും വലിയ രീതിയിൽ ആളുകളുടെ ഒരു ദൃശ്യങ്ങൾ തന്നെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. കാരണം വലിയൊരു ഒഴുക്ക് വി.എസിന്റെ ഭൗതിക ശരീരം കഴിഞ്ഞ ദിവസം നമുക്കറിയാം സെക്രട്ടേറിയറ്റിലെ ദർബാർ ഹാളിൽ നിന്ന് 2:30 മണിയോടുകൂടിയാണ് അദ്ദേഹത്തിൻ്റെ ഭൗതിക ശരീരം അവിടെ നിന്ന് വിലാപയാത്രയായി ആലപ്പുഴയിലേക്ക് തിരിക്കുന്നത്. ആ സമയം മുതൽ ആദ്യഘട്ടത്തിൽ പ്ലാൻ ചെയ്തിരുന്നത് ഇത്തരത്തിലായിരുന്നു. രാവിലെ ഈ 2:30 മണിക്ക് തിരിച്ചതിന് ശേഷം 2:15 തിരിച്ചതിന് ശേഷം രാത്രി 9-10 മണിയോടുകൂടി ആലപ്പുഴയിലെ വസതിയിലേക്ക് എത്തിക്കുക എന്നതായിരുന്നു ആദ്യഘട്ടത്തിൽ തീരുമാനിച്ചിരുന്നത്. പക്ഷേ വിലാപയാത്ര ആരംഭിച്ച സമയം മുതൽ നേരത്തെ പാർട്ടി നേതൃത്വം നിശ്ചയിച്ചതിനപ്പുറമുള്ള പ്രദേശങ്ങളിൽ പ്രവർത്തകരുടെ സാന്നിധ്യം, നിരവധി പേർ അന്തിമോപചാരം അർപ്പിക്കാനായി റോഡുകളുടെ ഇരുവശത്തും കാത്തു നിൽക്കുന്നതും കാണാൻ സാധിച്ചു. ആ ഘട്ടത്തിലാണ് വി.എസ്. അച്യുതാനന്ദനുമായുള്ള വി.എസിന്റെ ഭൗതിക ശരീരവുമായുള്ള വിലാപയാത്ര വീണ്ടും വൈകുന്ന തരത്തിലേക്ക് നീങ്ങിയത്. നമുക്കറിയാം, തിരുവനന്തപുരത്ത് വി.എസിന്റെ ഭൗതിക ശരീരവുമായുള്ള വിലാപയാത്ര തുടങ്ങിയിട്ട് എന്നിട്ടും ഇപ്പോഴും നമുക്ക് ആ ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കുന്നുണ്ട്. ഭൗതിക ശരീരത്തിന് ഒരു നോക്ക് കണ്ട് അന്തിമോപചാരം അർപ്പിക്കാനായി നിറകണ്ണീരോടുകൂടി നിരവധി പേർ തന്നെയാണ് ഇപ്പോഴും ഈ റോഡിൻ്റെ ഇരുവശത്തുമായി കാത്തു നിൽക്കുന്നത്. ഇപ്പോൾ CPM-ന്റെ തന്നെ നേതാക്കൾ കൃത്യമായ നിർദ്ദേശം നൽകിയിരിക്കുന്നു. എത്രയും വേഗത്തിൽ വി.എസിന്റെ വസതിയിലേക്ക് ഭൗതിക ശരീരം എത്തിക്കാനുള്ള ശ്രമമാണ് നടത്തുന്നത്. നേരത്തെ മുൻകൂട്ടി തയ്യാറാക്കിയിരുന്ന പദ്ധതികൾക്കനുസരിച്ച് ഭൗതിക ശരീരം ഈ മണിക്കൂറുകളിൽ നമുക്ക് നോക്കിക്കാണാനുള്ളത്. കാരണം ജില്ലാ കമ്മിറ്റി ഓഫീസിൽ ഭൗതിക ശരീരം പൊതുദർശനത്തിന് വയ്ക്കും എന്നായിരുന്നു. പക്ഷേ അത്തരം നേരത്തെ മുൻകൂട്ടി തയ്യാറാക്കിയിരുന്ന തരത്തിൽ വി.എസിന്റെ സംസ്കാര ചടങ്ങുകൾ നടക്കുമോ എന്നത് നോക്കി തന്നെ ഇരിക്കും. കാരണം ഇപ്പോൾ മുക്കട എന്ന് പറയുന്ന ക്ഷേത്രമാണ് എത്തിച്ചേർന്നിട്ടുള്ളത്. ഇനിയും ഏകദേശം 30 എത്താൻ ഇവിടെ നിന്നുണ്ട്. ആലപ്പുഴ ജില്ലയിലേക്ക് കടക്കുന്നത് കൂടി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇനിയും റോഡിന്റെ ഇരുവശത്ത് നിരവധി പേർ കാത്തു നിൽക്കാനുള്ള ഒരു സാഹചര്യം തന്നെ ഉണ്ടാകുമെന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായിരുന്നാലും വലിയൊരു തിരക്ക് തന്നെയാണ് എല്ലാ പ്രദേശത്തും നമുക്ക് കാണാൻ സാധിക്കുന്നത്. വി.എസിന്റെ ഭൗതിക ശരീരത്തിൽ അന്തിമോപചാരം നടത്തുന്നവരുടെ തിരക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്.